600ഓളം പേർക്ക് അവരുടെ വീടുകളിൽ പെരുന്നാളിനുള്ള മുഴുവൻ ഭക്ഷ്യവിഭവങ്ങളും അടങ്ങിയ കിറ്റുകൾ എത്തിച്ചു നൽകി മഹാത്മാ പ്രവർത്തകർ വ്യത്യസ്തരാവുകയായിരുന്നു. ചെറിയ പെരുന്നാളിന് ആശാ വർക്കർമാർക്ക് പുതുവസ്ത്രങ്ങൾ വിതരണം ചെയ്തും പെരുന്നാൾ ആഘോഷിക്കാൻ 500ഓളം പേർക്ക് പെരുന്നാൾ കിറ്റുകൾ വീടുകളിൽ എത്തിച്ചു നൽകിയും കൊച്ചിയിൽ മഹാത്മാ സ്നേഹ കൂട്ടായ്മ. ചെറിയ പെരുന്നാളിന് വ്യത്യസ്ത സഹായവുമായാണ് മഹാത്മാ സ്നേഹ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി രംഗത്ത് വന്നത്. ആരോഗ്യ പ്രവർത്തകരായ ആശാ വർക്കർമാർക്ക് പുതുവസ്ത്രങ്ങൾ വിതരണം ചെയ്താണ് മഹാത്മാ പെരുന്നാളിന് വ്യത്യസ്തത നൽകിയത്. റംസാൻ വ്രതത്തിന്റെ തുടക്കത്തിൽ 1000ഓളം കുടുംബങ്ങൾക്ക് കിറ്റുകൾ നൽകിയിരുന്നു. എല്ലാ മതവിഭാഗങ്ങളുടെയും ആഘോഷവേളകളിൽ പാവപ്പെട്ടവർക്ക് കൈത്താങ്ങായി എത്തുന്ന മഹാത്മാ ആദ്യമായാണ് ആശാ പ്രവർത്തകർക്ക് പുതുവസ്ത്രങ്ങൾ നൽകുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം അന്താരാഷ്ട്ര ഗുസ്തി റഫറി MM സലീം ഉദ്ഘാടനം ചെയ്തു. കൊച്ചിയിൽ ഒരാൾക്കും കഴിയാത്ത വിധത്തിലുള്ള സാമൂഹിക സേവന പ്രവർത്തനങ്ങളാണ് മഹാത്മാ കഴിഞ്ഞ 5 വർഷത്തോളമായി നടത്തി വരുന്നത്. കാരണം നമ്മുടെ കോവിഡ് കാലഘട്ടത്തിലാണ് മഹാത്മയുടെ പ്രവർത്തനങ്ങൾ വിപുലമായത്. 5000ഓളം പേർക്ക് ദിവസം 3 നേരം ഭക്ഷണം എത്തിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം മഹാത്മാ ഏറ്റെടുത്തപ്പോൾ ഞാൻ ആദ്യം ശങ്കിച്ചു. ഞാൻ ഷമീറോട് ചോദിച്ചു, ഷമീറെ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും, 1-2 മാസമല്ല. പൊണ്ണിൻ്റെ ഭാരവാഹികളെ ഷമീറും റഫീഖ് സേട്ടും അസിസ്റ്റേറ്റും പറഞ്ഞ് മുകളിലൊരാളുണ്ടോ നമ്മൾ നടത്തി പോകുന്നതാണ്. അതാണ് ആത്മവിശ്വാസം. ആ വിശ്വാസം അവർക്ക് ബലം നൽകി. ആ കോവിഡ് ആ മഹാമാരി നമ്മൾ കിട്ടുമ്പോൾ വിട്ടകന്നവരെ അവർ 5000 പേർക്കുള്ള ഭക്ഷണം 3 നേരം അവർ സമ്മാനിച്ചു. കൊച്ചി പ്രസ് ക്ലബ് സെക്രട്ടറി KB സലാമിന് വസ്ത്രക്കിറ്റ് കൈമാറിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. വാരാണസിയിൽ നിന്നുള്ള പേരുൾപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മഹാത്മയുടെ ലക്ഷ്യം വാരാണസി എന്ന് പറഞ്ഞാൽ മനസ്സിലായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിച്ച് വിജയിച്ച സ്ഥലവും അദ്ദേഹത്തിന്റെ മണ്ഡലമാണ് വാരാണസി. അവിടെ നിന്ന് നമുക്ക് ഈ പെരുന്നാൾ അപ്പൊ അവിടെ നല്ല മനുഷ്യന്മാരുണ്ടെന്നുള്ളതിന്റെ തെളിവുകളാണ്. അപ്പൊ എന്തായാലും മഹാത്മയുടെ പ്രവർത്തനങ്ങൾ ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ളവർ പോലും മനസ്സിലാക്കി മഹാത്മയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സപ്പോർട്ട് നൽകുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നിന്നുള്ള UP നിന്നുള്ള വാരാണസിയിൽ നിന്നാണെങ്കിൽ നാളെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ മഹാത്മയ്ക്ക് പ്രവഹിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അത് നയിച്ചുകൊണ്ടു പോകുന്ന ആളുകൾ അത്തരത്തിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ പറ്റാവുന്ന കരങ്ങളാണ് ഈ സംഘടനയെ നയിക്കുന്നത്. ഷമീർ വളവത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പടച്ചോനോട് തന്നെയാണ് നന്ദി പറയുന്നത്. കാരണം ഇതൊരു അവകാശമാണ് ഇത് വാങ്ങുന്നവരുടെ. അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തിക്കുവാൻ പല ആളുകളും നമ്മളിലേക്ക് ഇതുപോലെ സഹായമായിട്ടുള്ള കാര്യങ്ങൾ തരുന്നു. നമ്മളത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നിങ്ങളെ ഭാഗത്ത് നമ്മൾ ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, പ്രാർത്ഥന. അതാണ് നമ്മൾക്ക് കിട്ടാവുന്നതിൽ ഭൂമിയിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എത്രത്തോളം സമ്പത്ത് കിട്ടിയിട്ടൊന്നും കാര്യമില്ല, പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സമ്പത്ത് കിട്ടിയാലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ ഒരേ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് നമ്മളുടെ എല്ലായിടത്തും ഇതുപോലുള്ള പല കാര്യങ്ങളായിട്ടും നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. ആ ഒരു കാര്യം എന്നും നമുക്കറിയാം. നമ്മളെല്ലാവരും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മളത് നിത്യം ചെയ്യുന്നതാണ്. റഫീഖ് ഉസ്മാൻ സേട്ട്, അസീസ് ഇസഖാഖ് സേട്ട് എന്നിവർ സംസാരിച്ചു. 600ഓളം പേർക്കാണ് വസ്ത്രങ്ങൾ നൽകിയത്. കൂടാതെ 500ഓളം പേർക്ക് അവരുടെ വീടുകളിൽ പെരുന്നാളിന് മുഴുവൻ ഭക്ഷ്യവിഭവങ്ങളും അടങ്ങിയ കിറ്റുകൾ എത്തിച്ചു നൽകി മഹാത്മാ പ്രവർത്തകർ വ്യത്യസ്തരായി മാറുകയായിരുന്നു. കൊച്ചിയിൽ നിന്നും ന്യൂസ് ടുഡേക്ക് വേണ്ടി റിഡ്ജൻ റബല്ലോ.